ഡിമോണ ഇത്രയും കാലം ഇസ്രായേൽ കാത്തുസൂക്ഷിച്ച ഏറ്റവും വലിയ സുരക്ഷാ കവചം. എന്നാൽ ആ റെഡ് ലൈൻ ഇപ്പോൾ ഇറാന്റെ മിസൈൽ ലക്ഷ്യമായി മാറിയിരിക്കുന്നു. മാർച്ച് 5 നൽകിയ ആ ഒരൊറ്റ മുന്നറിയിപ്പ് വെറുമൊരു വാക്കല്ലെന്ന് ഇറാൻ തെളിയിക്കുമ്പോൾ പശ്ചിമേഷ്യയിലെ യുദ്ധതന്ത്രങ്ങൾ അടിമുടി മാറുകയാണ്. ഡിമോണ ലക്ഷ്യമെന്നൊരു വാചകം പോലും സാധാരണ സൈനിക വാർത്തയല്ല. അത് ആണവശക്തി, രഹസ്യരാഷ്ട്രീയം, അന്താരാഷ്ട്ര ശക്തി സമവാക്യങ്ങൾ എന്നിവയുടെ സങ്കീർണമായ കൂട്ടുകെട്ടുകൂടിയാണ്. മാർച്ച് 5 ഇറാൻ ഉയർത്തിയ കർശന മുന്നറിയിപ്പ് ഒരു നയതന്ത്ര പ്രസ്താവനയായി പലരും കണ്ടപ്പോൾ ദിവസങ്ങൾക്കകം തന്നെ ആ ഭീഷണി മിസൈൽ ആക്രമണത്തിന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടത് ലോകത്തെ ഞെട്ടിച്ചു. ഇസ്രായേലും അമേരിക്കയും ഇറാനിൽ ഭരണമാറ്റം ലക്ഷ്യമിടുകയാണെങ്കിൽ അതിന് മറുപടി ഡിമോണ ആയിരിക്കുമെന്ന സന്ദേശം വെറും വാക്കുകളല്ലെന്ന് ഇപ്പോൾ തെളിയിച്ചിരിക്കുകയാണ്. ഇതോടെ പശ്ചിമേഷ്യയിൽ നടക്കുന്ന യുദ്ധം ഇനി ഭൂമിശാസ്ത്രപരമായ അതിർത്തികളിൽ ഒതുങ്ങാതെ ആണവ ഭീഷണിയുടെ നിഴലിൽ പുതിയ തലത്തിലേക്ക് ഉയരുകയാണ് എന്ന വിലയിരുത്തലുകൾ ശക്തമാവുകയാണ്. ഡിമോണ ആണവ കേന്ദ്രം എന്തുകൊണ്ട് അത്ര നിർണായകമാണ് എന്നത് മനസ്സിലാക്കുമ്പോൾ ഈ ആക്രമണത്തിന്റെ ഗൗരവം കൂടുതൽ വ്യക്തമായി കാണാം. 1958 ആരംഭിച്ച ഈ സൗകര്യം 1960കളുടെ തുടക്കത്തിൽ തന്നെ പ്രവർത്തനക്ഷമമായി. ഹെവി വാട്ടർ റിയാക്ടറിന്റെ സഹായത്തോടെ പ്ലൂട്ടോണിയം നിർമ്മിക്കാൻ കഴിയുന്ന ഈ കേന്ദ്രം ഇസ്രായേലിന്റെ ആണവായുധ പദ്ധതിയുടെ ഹൃദയഭാഗമാണെന്ന് വ്യാപകമായി കരുതപ്പെടുന്നു. ഔദ്യോഗികമായി ഇസ്രായേൽ തന്റെ ആണവശേഷിയെക്കുറിച്ച് തുറന്ന് സമ്മതിച്ചിട്ടില്ലെങ്കിലും ഡിമോണയാണ് ആ രഹസ്യശക്തിയുടെ അടിത്തറയെന്ന വിലയിരുത്തൽ വർഷങ്ങളായി തന്നെ നിലനിൽക്കുന്നുണ്ട്. റാഫേൽ അഡ്വാൻസ് ഡിഫൻസ് സിസ്റ്റം പോലുള്ള പ്രതിരോധ സ്ഥാപനങ്ങളുമായി ചേർന്ന് ഗവേഷണവും വികസനവും ആയുധ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും ഇവിടെ നടന്നുവരുന്നതായി കരുതപ്പെടുന്നു. അത്യന്തം കർശനമായ സുരക്ഷാ സംവിധാനങ്ങൾക്കു കീഴിൽ പ്രവർത്തിക്കുന്ന ഈ കേന്ദ്രം ലോകത്തിലെ ഏറ്റവും രഹസ്യപരമായി സൂക്ഷിക്കപ്പെടുന്ന സൈനിക ആണവ സൗകര്യങ്ങളിൽ ഒന്നുകൂടിയാണ്. ഡിമോണയുടെ രഹസ്യ സ്വഭാവം തന്നെ ഇതിനെ കൂടുതൽ ശ്രദ്ധേയമാക്കുന്ന ഒന്നാണ്. അമേരിക്കൻ ഇന്റലിജൻസ് ഏജൻസികൾക്ക് പോലും ഈ സൗകര്യത്തിന്റെ യഥാർത്ഥ ഉദ്ദേശം കണ്ടെത്താൻ വർഷങ്ങൾ എടുക്കേണ്ടി വന്നു. മിഷിഗൺ സർവകലാശാലയിലെ പ്രൊഫസറായ ഹെൻറി ഗോംബർഗ് ഇസ്രായേൽ സന്ദർശനത്തിനിടെ ശ്രദ്ധിച്ച അസാധാരണ വിവരങ്ങളാണ് പിന്നീട് ഡിമോണയുടെ യാഥാർത്ഥ്യം ലോകത്തിന് മുമ്പിൽ എത്തിച്ചത്. സോറക്കിൽ അവതരിപ്പിച്ചതിനേക്കാൾ വളരെ വലിയ പദ്ധതി ഉണ്ടെന്ന സംശയം അദ്ദേഹം പങ്കുവച്ചതോടെ അമേരിക്കൻ ഇന്റലിജൻസ് സംവിധാനങ്ങൾ അന്വേഷണം ശക്തമാക്കി. 1960 ഡിസംബർ 7 US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഇസ്രായേലിനോട് വിശദീകരണം ആവശ്യപ്പെട്ടത് ഡിമോണയെ അന്താരാഷ്ട്ര നയതന്ത്ര ചർച്ചകളുടെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവന്നു. പിന്നീട് ഈ വിവരം കണ്ടെത്തുന്നതിൽ ഉണ്ടായ വൈകല്യത്തെക്കുറിച്ചുള്ള റിപ്പോർട്ട് അന്നത്തെ പ്രസിഡന്റ് ജോൺ എഫ് കെനഡിക്ക് സമർപ്പിച്ചു. ഇത്തരമൊരു അതീവ സൂക്ഷ്മ കേന്ദ്രം ലക്ഷ്യമാക്കി ആക്രമണം നടക്കുന്നതിന്റെ അപകട സാധ്യതയെക്കുറിച്ച് അന്താരാഷ്ട്ര സമൂഹം ശക്തമായ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ ഡയറക്ടർ ജനറൽ റാഫേൽ ഗ്രോസി ആണവ സൗകര്യങ്ങളുടെ സമീപത്ത് പരമാവധി സൈനിക സംയമനം പാലിക്കണമെന്ന് പ്രത്യേകമായി മുന്നറിയിപ്പ് നൽകി. ഒരു ആണവ കേന്ദ്രത്തെ ലക്ഷ്യമിട്ടുള്ള ആക്രമണം സാധാരണ സൈനിക ആക്രമണങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. അത് നിയന്ത്രിക്കാനാവാത്ത ആണവ ദുരന്തത്തിലേക്ക് നയിക്കാനുള്ള സാധ്യതയുണ്ട്. അത്തരമൊരു ദുരന്തം സംഭവിച്ചാൽ അത് ഒരു രാജ്യത്തിന്റെ പരിധിയിൽ മാത്രം ഒതുങ്ങാതെ അയൽ രാജ്യങ്ങളിലേക്കും വ്യാപിക്കും. ഭൗഗോളികമായി നോക്കുമ്പോൾ ഡിമോണയുടെ സ്ഥാനം ഈ ഭീഷണിയെ കൂടുതൽ ഗുരുതരമാക്കുന്നു. ജെറുസലേമിൽ നിന്ന് ഏകദേശം 80 മുതൽ 85 കിലോമീറ്റർ വരെ അകലത്തും ടെൽ അവീവിൽ നിന്ന് ഏകദേശം 115 മുതൽ 140 കിലോമീറ്റർ വരെ ദൂരത്തുമാണ് ഈ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. അതിനാൽ ഇവിടെ ഉണ്ടാകുന്ന ഏതൊരു വലിയ അപകടവും ഇസ്രായേലിലെ പ്രധാന നഗരങ്ങളെ മാത്രമല്ല ജോർദൻ പോലുള്ള അയൽ രാജ്യങ്ങളെയും ബാധിക്കാൻ സാധ്യതയുണ്ട്. റേഡിയേഷൻ വ്യാപനം അതിർത്തികളെ മാനിക്കാത്തതിനാൽ ഇതൊരു പ്രാദേശിക പ്രശ്നമല്ല, മറിച്ച് അന്താരാഷ്ട്ര പ്രതിസന്ധിയായി മാറാൻ തന്നെ സാധ്യതയുണ്ട്. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ഈ പുതിയ സംഘർഷഘട്ടം പശ്ചിമേഷ്യയിലെ ശക്തി സമവാക്യങ്ങൾ കൂടുതൽ അനിശ്ചിതത്വത്തിലേക്ക് നീങ്ങുന്നതിന്റെ സൂചനയായി കണക്കാക്കപ്പെടുന്നു. വാക്കുകളിൽ നിന്ന് പ്രവൃത്തിയിലേക്ക് നീങ്ങിയ ഈ സാഹചര്യത്തിൽ ഒരു തെറ്റായ നീക്കം പോലും വലിയ യുദ്ധത്തിലേക്ക് വഴി തെളിക്കാമെന്ന ഭീഷണി നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ നയതന്ത്രപരമായ ഇടപെടലുകളും അന്താരാഷ്ട്ര സമ്മർദ്ദവും മാത്രമേ ഈ സംഘർഷം നിയന്ത്രിക്കാനുള്ള യഥാർത്ഥ വഴി ഒരുക്കൂ എന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു.